ഹലോ ഫ്രണ്ട്സ്, വിജയ് ഇനി സിനിമയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിൻ്റെ ഒഫീഷ്യലി വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടി സൈഡിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ജനനായകൻ സിനിമയ്ക്ക് പണികൾ വരാൻ പോകുന്നു. എന്താണ് അവസ്ഥ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. ജനനായകൻ എന്ന ചിത്രം ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ എമ്പുരാൻ സിനിമയ്ക്ക് വന്ന പ്രശ്നം നിങ്ങൾ കണ്ടു കാണും. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനാണ് വൻ വിവാദമാണ് നടക്കുന്നത്. ഇപ്പോൾ പടത്തിലെ സീക്വൻസൊക്കെ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. ഈ വീക്ക് തൊട്ട് തിയേറ്ററിൽ വരുന്ന സീൻസിലൊന്നും മുമ്പ് കണ്ട സീൻസൊന്നും കുറച്ചൊന്നും ഉണ്ടാകില്ല. ഒരുപാട് വേർഡ്സും മ്യൂട്ടായിരിക്കും. അതും ജനനായകനും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. എമ്പുരാൻ ഉണ്ടായതിനേക്കാളും കൂടുതൽ ജനനായകൻ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം നിലവിൽ വിജയ് കൊടുക്കുന്ന സ്പീച്ചുകൾ പറയുന്ന കാര്യം തന്നെ ചിലവർക്ക് എതിരായിട്ടാണ്. അതൊരു കാരണമാണ്. അതുപോലെ ഈ ജനനായക സിനിമയിൽ ഒരുപാട് വിവാദമാക്കുന്ന സീക്വൻസുകളും ഡയലോഗ്സും പടത്തിലുണ്ട്. ഇപ്പോൾ പോസ്റ്ററുകൾ ആർക്കും എതിരല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴൊന്നും അങ്ങനെ വരാത്തത്. സോങ് റിലീസ് തൊട്ട് വൻ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഒന്ന്, എമ്പുരാൻ വിവാദമായത് കൊണ്ട് തന്നെ ഇനി വരുന്ന പൊളിറ്റിക്സ് മൂവിയൊക്കെ സെൻസറുകാർ നല്ല പണി കൊടുക്കാൻ സാധ്യതകളുണ്ട്. നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് റിലീസ് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് അറിയില്ല. പിന്നെ ഇലക്ഷൻ ടൈമിൽ വരുന്നത് കൊണ്ട് തന്നെ TN റിലീസ് ചെയ്യിപ്പിക്കുമോ എന്നതും ഡൗട്ടിലുണ്ട്. പ്രത്യേകിച്ച് വിജയും ഇലക്ഷൻ ഉള്ളതുകൊണ്ട്. ട്രെയിലർ റിലീസാണ് കൊളുത്താൻ പോകുന്നത്. ഇപ്പോൾ വരെയും ഈ പടത്തിന് ഹൈപ്പില്ല. വിവാദം തന്നെ ഒരു ഹൈപ്പ് പടത്തിന് ഉണ്ടാകുമെന്ന് കരുതുന്നു. പടം January 9 റിലീസ് ചെയ്യുമോ ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വിജയ് ആയതുകൊണ്ട് തന്നെ പടം എന്തൊക്കെ വന്നാലും റിലീസ് ചെയ്യാണ്ട് വിടില്ല. നമുക്കതിൽ നോക്കാം എന്താകുമെന്ന്. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക് നോക്കുകയാണെങ്കിൽ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള മെയിൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ ഇന്റർവ്യൂ ഇടയ്ക്കൊന്ന് റിലീസ് ചെയ്തായിരുന്നു. ആ ഇന്റർവ്യൂ എടുത്ത ആങ്കർ ദളപതി 70 ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞത് അതിനെക്കുറിച്ച് ഇതുവരെ എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളോടും പാർട്ടിയോടും അണികളോടും ജനനായകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം പൊളിറ്റിക്സിനെ ആയിരിക്കും, സിനിമയിൽ വരില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈം ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത്. ഇതൊരു സാഡ് ന്യൂസ് ആണ്. കാരണം ഇപ്പോഴും വിജയ് റിട്ടയർമെന്റ് ചെയ്തൊന്നും വിശ്വസിക്കാനായിട്ടില്ല. എന്തായാലും വിജയുടെ പാർട്ടിയിലെ മെയിൻ ആൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇനി ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് നല്ലതല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടാകുമോ, അതോ ഇനി വിജയ് തിരിച്ചു വരുമോ എന്നൊക്കെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ താഴെ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ കൊള്ളായിരുന്നു. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.